ആഫ്റ്റർനൂൺ നമ്മൾ എടുക്കാൻ പോണത് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 6 ആണ് എടുക്കാൻ പോണത്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സമരം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ചാപ്റ്റർ 6 ആണ്, ഗാന്ധിജിയുടെയാണ് നമ്മൾ എടുക്കാൻ പോണത്. ഇതിന്റെ മുന്നേ നമ്മൾ ഒരു ചാപ്റ്റർ 4 എടുത്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷേഴ്സ് ചൂഷണവും ചേർത്ത് നിൽപ്പും, ബ്രിട്ടീഷേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ 4 ഹിസ്റ്ററിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏകദേശം തുടർക്കഥയായിട്ടായിരിക്കും ഈ ചാപ്റ്റർ വരുന്നത്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സമരം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ അതിന്റെ ഒരു തുടർ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിനകത്ത് പേജ് നമ്പർ 101 ആദ്യത്തെ ക്വസ്റ്റ്യൻ അത്ര കാര്യമായിട്ട് പഠിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, അത് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി ഓർത്ത് വെക്കുക. ഹൗ ഡിഡ് ഗാന്ധിജി ബിക്കം ദ ലീഡർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി? എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തെ നേതാവ്, ഗാന്ധിജി എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തെ നേതാവായത് എന്ന് പറഞ്ഞിട്ട് ഒരു 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ 4 പോയിന്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമിൽ എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ അത്. ആദ്യത്തേതാണ് ദ റീസൺ ഫോർ ദിസ്, കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നേതാവായത് എന്നുള്ള കാരണങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോണത്. ആദ്യത്തത് ദ എഡ്യൂക്കേഷൻ ഹി കണ്ടക്ടഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ആള് ബ്രിട്ടീഷേഴ്സിന് ചെയ്ത വിരോധം, എഡ്യൂക്കേഷനിലെ എതിർപ്പുകൾ നടത്തിയത്. സൗത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷേഴ്സിനെ എതിർത്ത കാരണം, അതാണ് ഏറ്റവും ആദ്യത്തെ കാരണം. കാരണം ആദ്യം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ കുറെ എതിർപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗാന്ധിജി വരുന്ന മുന്നേ തന്നെ ആ ന്യൂസ് ഒക്കെ ഇന്ത്യയിൽ എത്തിയിട്ട് ഗാന്ധിജി വരുന്നേക്കാട്ടിലും മുന്നേ ഗാന്ധിജി ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാരണം ഹിസ് ലൈഫ് സ്റ്റൈൽ ആസ് എ കോമൺ മാൻ. ആൾ ഒരു സാധാരണ മനുഷ്യന്റെ മാതിരിയാണ് ജീവിച്ചിരുന്നത്. അതായത് ആളുടെ വസ്ത്രധാരണം, ആളുടെ ഭാഷ, ആളുടെ ഭക്ഷണം ഒക്കെ സാധാരണ ജനങ്ങളുടെ മാതിരിയായിരുന്നു, ഒരു കോമൺ മാന്റെ മാതിരിയായിരുന്നു. മെത്തേഡ് ഓഫ് സ്ട്രഗിൾ ബേസ്ഡ് ഓൺ നോൺ വയലൻസ്. മെത്തേഡ് ഓഫ് സ്ട്രഗിൾ ബേസ്ഡ് ഓൺ നോൺ വയലൻസ്, ആയുധങ്ങൾ എടുക്കാത്ത സമരങ്ങളാണ് ആള് ചെയ്തിരുന്നത്. അതായത് തല്ലോ കൊല്ലോ അങ്ങനെ ഒന്നും ചെയ്യാണ്ട്, ഒരു ആയുധങ്ങളും എടുക്കാണ്ടുള്ള സമരമാണ് ഗാന്ധിജി ചെയ്തിരുന്നത്. അവസാനത്തത് ദേ ഫൗണ്ട് ഇൻ ഗാന്ധിജി എ സേവിയർ ഹു കുഡ് സോൾവ് ദെയർ പ്രോബ്ലം. അവർ ജനങ്ങൾ ഗാന്ധിജിനെ ഒരു രക്ഷകന്റെ രൂപത്തിലാണ് നോക്കിയിരുന്നത്. സേവിയർ എന്ന് പറഞ്ഞ രക്ഷകന്റെ രൂപത്തിലാണ് നോക്കിയിരുന്നത്. ഗാന്ധിജിയുടെ അടുത്ത് എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഗാന്ധിജി എന്ത് പ്രശ്നത്തിന് വേണമെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും, ഏത് പ്രശ്നം വേണമെങ്കിലും പരിഹരിക്കാം എന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഗാന്ധിജിയുടെ മുകളിലുണ്ടായിരുന്നു. ഈ കാരണങ്ങളൊക്കെയാണ് ഗാന്ധിജി ഇന്ത്യയുടെ ലീഡർ ആവാനുള്ള കാരണം. ഞാൻ നെക്സ്റ്റ് പേജ് എടുക്കാം, പേജ് നമ്പർ 102. 102 നമുക്കൊരു ബോക്സ് കാണാം, ഗാന്ധിജി ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഗാന്ധിജിയും സൗത്ത് ആഫ്രിക്കയും. എങ്ങനെയാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പെട്ടെ എന്നുള്ള കാര്യമാണ് ഈ ബോക്സിൽ പറയുന്നത്. ഗാന്ധിജി reached South Africa as an advocate of an industrialist named Dada Abdul from Gujarat. ഗുജറാത്തിൽ നിന്നുള്ള ഒരു വ്യാപാരിയാണ് ദാദാ അബ്ദുൾ എന്ന് പറഞ്ഞത്. ആളുടെ ഒപ്പമാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ വന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, ഒരു വക്കീലായിരുന്നു. അപ്പോൾ ഈ ദാദാ അബ്ദുളിന്റെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ദാദാ അബ്ദുളിന്റെ ഒപ്പം എത്തിയത്. ആ ഗാന്ധിജി ദാദാ അബ്ദുളിന്റെ ഒപ്പം സൗത്ത് ആഫ്രിക്കയിൽ എത്തിയപ്പോൾ ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതായത് വർണ്ണ വിവേചനം നടക്കുന്നുണ്ടായിരുന്നു. അതായത് കറുത്തോരും വെളുത്തോരും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഗാന്ധിജിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ, റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണ വിവേചനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഗാന്ധിജിക്ക് അറിയില്ലായിരുന്നു. ഗാന്ധിജി ഒരു പ്രാവശ്യം ഡർബാൻ ടു ബ്രിട്ടോറിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, ട്രെയിനിലുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി. കാരണം അവിടെ റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഗാന്ധിജിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ ആൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത് TT വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ പാടില്ല, നിങ്ങൾ ബാക്കിൽ പോയിരിക്കണം, അതായത് 3rd ക്ലാസ്സിൽ പോയിരിക്കണം, വെളുത്തവർക്ക് മാത്രമേ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഇരിക്കാനുള്ള അവകാശമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കറുത്ത വർഗത്തിലല്ല പെടുക, ഇന്ത്യൻസ് ബ്രൗൺ വർഗത്തിലാണ് പെടുക. ആ സമയത്ത് കറുത്തവർക്കും ബ്രൗണുകാർക്കും സെയിം നിയമമായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഞാൻ ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ്സിലാണ് എടുത്തേക്കുന്നത്, അതേ ഇവർ ഈ വെളുത്തോർ എടുത്ത കാശ് കൊടുത്തിട്ട് തന്നെയാണ്, അതേപോലെ കാശ് കൊടുത്തിട്ട് തന്നെയാണ് ഞാനും എടുത്തേക്കുന്നത്. ഐ ആം വെൽ ഡ്രസ്ഡ്, ഞാൻ നല്ല ഡ്രസ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇതിലിരുന്നിട്ട് യാത്ര ചെയ്യാൻ പാടില്ലാത്തത്? അങ്ങനെ അവർ ഗാന്ധിജിനോട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഗാന്ധിജി അത് ഒരു പൊടിക്കും സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാണ്ടായപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ വന്നപ്പോൾ അവരെല്ലാവരും കൂടി ഗാന്ധിജിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് സ്റ്റേഷനിലേക്ക് എറിഞ്ഞിട്ട് അവർ പോയി. ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗാന്ധി ഫിലിം ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുമുണ്ട്. മിക്ക ഒക്ടോബർ 2 നമുക്ക് ടി വിയിൽ കാണിക്കുന്നതാണ്. നാഷണൽ ചാനലിൽ ഗാന്ധിജിയുടെ ഈ ഫിലിം ഓസ്കാർ അവാർഡ് കിട്ടിയ ഫിലിമാണ്. ഈ ഫിലിം കാണുകയാണെങ്കിൽ, ഈ ഗാന്ധിജിയുടെ ഫിലിം കാണുകയാണെങ്കിൽ ഈ ലെസൺ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കാണിക്കുന്ന സംഭവങ്ങൾ മുഴുവനും, ഈ ലെസണിൽ പറഞ്ഞ സംഭവങ്ങൾ മുഴുവനും ആ ഫിലിമിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർമ്മ നിൽക്കും. കുറെ പേര് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഫിലിമിൽ ശരിക്കും ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്, ഈ ഗാന്ധിജീനെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിയണത്. അതായിരുന്നു ആദ്യത്തെ ഒരു സംഭവം ഗാന്ധിജിയുടെ കൂടെ നടന്നത്. അതിനുശേഷം ഒരു 21 കൊല്ലം വരെ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി നിന്നു. ആ 21 കൊല്ലം ഗാന്ധിജി ഈ കറുത്തവർക്ക് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്നിരുന്നത്. പിന്നീട് 21 കൊല്ലം കഴിഞ്ഞിട്ട് ആള് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ എത്തണ മുന്നേ തന്നെ ഗാന്ധിജിയുടെ പറ്റിയിട്ട് പേപ്പറിലൊക്കെ വന്നിട്ട് ഇന്ത്യക്കാർക്കൊക്കെ ഗാന്ധിജിയുടെ പറ്റി നല്ലോണം അറിയായിരുന്നു. അപ്പോൾ ഇനി ആ ബോക്സ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അറിയാൻ വേണ്ടി മാത്രമേ ഇത് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ അത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ എടുക്കാൻ പോണത് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത്. ആദ്യകാല സമരങ്ങൾ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയാണ്. വാട്ട് ആർ ദ റിലീജിയണൽ സ്ട്രഗിൾസ് ഇൻ which Gandhiji was involved after returning to India from South Africa? ആ ബോക്സിന്റെ മുകളിൽ തന്നെ ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ റിലീജിയണൽ സ്ട്രഗിൾസ് ഇൻ വിച്ച് ഗാന്ധിജി വാസ് ഇൻവോൾവ് ആഫ്റ്റർ റിട്ടേണിംഗ് ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗാന്ധിജി മടങ്ങി വന്നപ്പോൾ ഏതൊക്കെ സമരങ്ങളിലാണ് ഗാന്ധിജി പങ്കെടുത്തത് എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മൂന്ന് സമരങ്ങൾ നമ്മൾ ഏകദേശം ഒരു 7ാം ക്ലാസ്സിൽ നന്നായി പഠിച്ചിട്ടുണ്ട്. ആ 3 സമരങ്ങളാണ് ഇതിനകത്ത് ഒന്നുകൂടി പറയുന്നത്. അത് നിങ്ങൾ ഒരു ഷോർട്ട് നോട്ടായിട്ട്, ഒരു ഷോർട്ട് ആൻസർ മാതിരി ഉണ്ടാക്കി എഴുതുക. അപ്പോൾ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. ചമ്പാരത്തിൽ നീല കർഷകർക്ക് വേണ്ടി എടുത്ത സമരമാണ്. അത് ബീഹാറിലാണ് എടുത്തത്. ഇത് ഈ കൊല്ലം നന്നായി പഠിക്കുക, സ്ഥലം നന്നായി പഠിക്കുക. അപ്പോൾ ഇൻഡിഗോ ഫാമേഴ്സ്, നീലം കർഷകർക്ക് വേണ്ടി എടുത്ത സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സമരമാണ്. അത് ബീഹാറിലാണ് ചെയ്തേക്കുന്നത്. 1917ലാണ്. കൊല്ലം പഠിക്കാൻ മറക്കല്ലേ, 1917. നെക്സ്റ്റ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് തുണിമിൽ സമരം ആണ് ചെയ്തത്. അത് ഗുജറാത്തിലാണ്. 1918ലാണ് ചെയ്തേക്കുന്നത്. മൂന്നാമത്തേതാണ് പെസന്റ് സ്ട്രഗിൾ ഇൻ കേഡ. കേഡയിൽ നടത്തിയ കർഷകർ സമരം. അത് ഗുജറാത്തിലാണ്. 1918ല്. ഈ 3 സമരങ്ങളെയും പറ്റി നന്നായി പഠിക്കുക. ചിലപ്പോൾ അവർ സമരം ഏതൊക്കെയും കൊല്ലം സ്ഥലം ചോദിക്കും. ചിലപ്പോൾ ചെറിയൊരു വിവരം തരാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇത് എഴുതുക. അതിൻ്റെ താഴെ അതിൻ്റെ വിവരം വിശദീകരിച്ച് തന്നിട്ടുണ്ട്, അത് നോക്കുക. ആദ്യത്തേതാണ് ചമ്പാരൻ. In Champaran, Gandhiji resorted to disobedience of the British rule and satyagraha, and his involvement compelled the authority to pass laws in favor of the indigo farmers. നീലം കർഷകർക്ക് വേണ്ടി നടത്തിയ സമരമാണ് ചമ്പാരത്തിൽ. അതിനകത്ത് ഗാന്ധിജി ഡിസൊബീഡിയൻസ്, നിയമലംഘനം നടത്തുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷേഴ്സ് ഇറക്കിയ നിയമത്തിനെ ലംഘിക്കുക, അതിനാണ് ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. നിയമലംഘനം. പിന്നെ സത്യാഗ്രഹം, സഹന സമരം. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സഹന സമരം. ഈ 2 രീതി മുഖേനയാണ് ബ്രിട്ടീഷേഴ്സിനെ അവിടെ മുട്ടുകുത്തിച്ചത്. എന്നിട്ട് അവർ നിർബന്ധപൂർവം ഈ ഇൻഡിഗോ കർഷകർക്ക് വേണ്ടി അവർക്ക് യോജിച്ചതായി നിയമം ഇറക്കേണ്ടി വന്നു. ഗാന്ധിജിയുടെ ഈ സമരം മുഖേന ബ്രിട്ടീഷേഴ്സ് ഇൻഡിഗോ ഫാമേഴ്സ്, നീല കർഷകർക്ക് യോജിച്ചതായ നിയമം പുറത്തിറക്കേണ്ടി വന്നു. ആഫ്റ്റർ ഹി സ്ട്രഗിൾ, ആളുടെ സ്ട്രഗിൾ കഴിഞ്ഞതിന് ശേഷം, ആ സമരത്തിന് ശേഷം ആൾ കുറച്ച് നാൾ ചമ്പാരനത്തിൽ തന്നെ നിന്നു. എന്നിട്ട് അവിടെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നാം നോക്കാം.
Gandhiji worked for the progress of Champaran region by establishing primary schools. ചമ്പാരൻ സ്ഥലം നന്നാവാൻ വേണ്ടിയിട്ട് പ്രൈമറി സ്കൂൾ പ്രാഥമിക സ്കൂളുകൾ വിദ്യാലയങ്ങൾ തുടങ്ങി. ഇനീഷ്യേറ്റിംഗ് മെഡിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത് ചെറിയ ഹോസ്പിറ്റലുകൾ ഒക്കെ തുറന്നു. ആൻഡ് ഇൻവോൾവിംഗ് ഇൻ ക്ലീനിങ് ആക്ടിവിറ്റീസ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ശുചിത്വം പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും കുറേ വർക്കുകൾ അവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചമ്പാരത്തിൽ നിന്ന് പോയി. നെക്സ്റ്റ് ആണ് നമ്മുടെ കോട്ടൺ മിൽ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ്. അഹമ്മദാബാദിൽ നടന്ന തുണി മിൽ സമരം. ആ സ്ട്രൈക്ക് നടന്നത് 1918 ആ സമയത്ത് അവിടെ പ്ലേഗ് പറഞ്ഞ ഒരു അസുഖം പടർന്നുണ്ടായിരുന്നു. ആ അസുഖം മുഖേന കുറേ പേര് മരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ തുണി മില്ല് പണി ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷേഴ്സ് എന്താ ചെയ്ത് അവരുടെ സാലറി വേജസ്, അതായത് അവരുടെ ശമ്പളം ഒരു 80%, അത് നിങ്ങൾക്ക് പേജ് നമ്പർ 103 ബോക്സിൽ കാണാം. പ്ലേഗ് ബോണസ് എന്ന് പറഞ്ഞത് ഒരു 80% വേജസ് ബോണസ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. 80% ബോണസ് ആയിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ പ്ലേഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ ആ ബോണസ് അവിടെ നിർത്തലാക്കി. അങ്ങനെ നിർത്തലാക്കുമ്പോൾ അവർക്ക് പിന്നെയും ശമ്പളം കുറഞ്ഞു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ പണ്ടത്തെ ശമ്പളം തന്നെ അവർക്ക് വേണം എന്ന് പറഞ്ഞ ഒരു സമരമാണ് കോട്ടൺ മിൽ. അഹമ്മദാബാദിൽ നടന്ന കോട്ടൺ മിൽ സമരം അതിനെ ഗാന്ധിജി സഹായിച്ചത്. Cotton mill workers in Ahmedabad started their strike in 1980 when they were denied plague bonus. ഗാന്ധിജി പ്ലേഗ് ബോണസ് തരില്ല എന്ന് പറഞ്ഞ അവർ പ്രസ്താവന ഇറക്കിയപ്പോൾ ഗാന്ധിജി ഇൻവോൾവ് ആയി. ഗാന്ധിജി ആ സമരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പങ്കുകൊണ്ടു. ഗാന്ധിജി got involved in this strike and adopted the same method of protest that he used in ചമ്പാരൻ. ചമ്പാരനിൽ ഏത് രീതിയിലാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്, സമരം എടുത്തത്, അതേ രീതിയിൽ ഡിസൊബീഡിയൻസും സത്യാഗ്രഹ സമരം ഇവിടെയും ചെയ്തു. അത് മുഖേന ഈ അതോറിറ്റീസിന്, ഈ അധികാരികൾക്ക് ഇവരുടെ ഡിമാൻഡ് സ്വീകരിക്കേണ്ടി വന്നു, ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ടി വന്നു. Following the satyagraha, the authorities agreed to hike the wages of the employees and the strike came to an end. അങ്ങനെ ആ സമരം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ കോട്ടൺ മിൽ സമരം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ സമരം എന്ന് പറഞ്ഞത് കർഷകർക്ക് വേണ്ടി, കേഡയിൽ നടന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഗാന്ധിജിയുടെ ഗുജറാത്തിൽ 1918 നടത്തിയത്. ഡ്യൂ ടു ദ ഡ്രൗട്ട് എന്ന് വെച്ചാൽ വരൾച്ച ആൻഡ് ക്രോപ്പ് ഫെയിലിയർ, ഫാമേഴ്സ് ഇൻ കേഡ വെയർ ലിവിംഗ് ഇൻ അട്ടർ മിസറി. അതായത് കൃഷി നഷ്ടങ്ങൾ ഉണ്ടായതും വളർച്ച മുഖേനയും അവിടുത്തെ കർഷകർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജീവിച്ചിരുന്നത്. The rulers decided to collect tax from these poor villages. അപ്പോൾ ഈ ബ്രിട്ടീഷ് അധികാരികൾ തീരുമാനിച്ചു ഈ പാവം വില്ലേജസ്, ഗ്രാമത്തിലുള്ള ആൾക്കാരിൽ നിന്ന് നികുതി കളക്ട് ചെയ്യുക, ടാക്സ് കളക്ട് ചെയ്യുക. സ്റ്റാർട്ടിങ് ഫ്രം ദീസ് പുവർ വില്ലേജസ്. ഇനി പേജ് നമ്പർ 103 നോക്കുക. സ്റ്റാർട്ടിങ് സത്യാഗ്രഹ ഇൻ 1980. അപ്പോൾ ഗാന്ധിജി അവിടെ വന്നിട്ട് 1918 സത്യാഗ്രഹം തുടങ്ങി. അത് ഗാന്ധിജി പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഡിസിഷൻ. ഈ തീരുമാനം, അതായത് ഈ ടാക്സ് നികുതി എടുക്കുന്ന തീരുമാനത്തിനെ ഗാന്ധിജി എതിർത്തു. അതിന് ഡിസൊബീഡിയൻസും സത്യാഗ്രഹ സമരം അവിടെ നടത്തി. ഹി അഡ്വൈസ്ഡ് പീപ്പിൾ നോട്ട് ടു പേ ടാക്സ്. ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ ഡിസൊബീഡിയൻസ് എന്ന് പറയുക, നിയമലംഘനം ചെയ്യുക. കോൺസിക്വൻ്റ്ലി ദ അതോറിറ്റി വെയർ ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ദ ടാക്സ് റേറ്റ്. അതിൻ്റെ ഫലസ്വരൂപമായിട്ട് ഈ അതോറിറ്റീസ്, അതായത് ഈ അധികാരികൾക്ക് ടാക്സ് കുറയ്ക്കേണ്ടി വന്നു. ഹിസ് ഏർലി സ്ട്രഗിൾസ് ബേസ്ഡ് ഓൺ സത്യാഗ്രഹ ആൻഡ് അഹിംസ മേഡ് ഗാന്ധിജി എ പോപ്പുലർ ലീഡർ. അങ്ങനെ ഈ 3 സത്യാഗ്രഹം ഗാന്ധിജിക്ക് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ്ക്ക് പേടിയാവാനും തുടങ്ങി. ജനങ്ങളുടെ ഇടയിൽ ഗാന്ധിജിക്ക് ഭയങ്കരമായിട്ട് പേരുമുണ്ടായി. സമരമൊറ എന്ന് പറയുന്നത് സത്യാഗ്രഹം ആൻഡ് അഹിംസ എന്ന് പറയുന്നത് ആയുധങ്ങൾ എടുക്കാണ്ടുള്ള സത്യാഗ്രഹമാണ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വരെയാണ് നമുക്ക് 3 സമരങ്ങൾ, ഗാന്ധിജി നടത്തിയ 3 സമരങ്ങളെ പറ്റി ചോദിച്ചാൽ അവിടെ വരെയാണ് എഴുതേണ്ടത്. അപ്പോൾ അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും കാണാപ്പാഠം പഠിക്കണം എന്നില്ല, പക്ഷേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാണാപ്പാഠം പഠിക്കണം എന്നില്ല, ഇത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ എഴുതാൻ പറ്റും. ഒന്നേ ഉള്ളൂ, ആ ബോക്സ് നല്ലോണം പഠിക്കുക. അതായത് കൊല്ലം, സ്ഥലം, പിന്നെ സമരം,
അത് മൂന്നും തെറ്റാണ്ടിരിക്കുക, അത് നന്നായി പഠിക്കുക. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ ഉണ്ടാക്കാൻ പറ്റും. 2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നെക്സ്റ്റ് വരുന്നത് ലെറ്റ്സ് ഫൈൻഡ് ദ റിസൾട്ട് ഓഫ് ദ ഏർലി സ്ട്രഗിൾ ദാറ്റ് ഗാന്ധിജി ടുക്ക് അപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടത്തിയ ഈ സമരം മുഖേന എന്ത് ഫലങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ പഠിക്കാൻ പോണത്. വാട്ട് ആർ ദ റിസൾട്ട്സ് ഓഫ് ദ ഏർലി സ്ട്രഗിൾസ് ദാറ്റ് ഗാന്ധിജി ടുക്ക് അപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എടുത്ത സ്ട്രഗിൾ സമരം മുഖേന എന്ത് ഫലങ്ങളാണ് ഉണ്ടായത് എന്നുള്ള പോയിന്റാണ്. ആദ്യത്തേത് ദ സ്ട്രഗിൾ ഹി ടുക്ക് അപ്പ് പോപ്പുലറൈസ്ഡ് ഹിസ് ഐഡിയോളജി ആൻഡ് മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്. ആളെടുത്ത സമരമുറ മുഖേന ആളുടെ ആശയങ്ങളും പിന്നെ സമര രീതികളും ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് പേരെടുത്തു. കാരണം അങ്ങനത്തെ സമരങ്ങൾ നടത്തുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് പോലും അതിനകത്ത് പങ്കുകൊള്ളാൻ പറ്റിയിരുന്നു. രണ്ടാമത്തേതാണ് till his entry into the political scenario, national movement was confined to the educated section of the society. His method of protest attracted the laymen to the movement. അതായത് രാഷ്ട്രീയ രംഗത്ത് വരുന്നേക്കാട്ടിലും മുന്നേ till his entry into the political scenario, ഗാന്ധിജി പൊളിറ്റിക്കൽ സെനാറിയോ മീൻസ് രാഷ്ട്രീയ രംഗത്ത് വരുന്നേക്കാട്ടിലും മുന്നേ നാഷണൽ മൂവ്മെന്റ് ദേശീയ പ്രസ്ഥാനങ്ങളിൽ പഠിച്ച ആൾക്കാരും അല്ലെങ്കിൽ ഉയർന്ന ആൾക്കാർക്ക് മാത്രമേ പങ്കുകൊള്ളാനുള്ള അവകാശം അത്രേ അവർക്ക് അറിഞ്ഞിരുന്നുള്ളൂ. അതായത് സാധാരണ ജനങ്ങളൊന്നും പങ്കുകൊണ്ടിരുന്നില്ല. പക്ഷെ ഗാന്ധിജി വന്നതിന് ശേഷമാണ് സാധാരണ ജനങ്ങൾക്ക് പോലും സമരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി, പങ്കുകൊള്ളാൻ പറ്റി. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ദ സിറ്റി സെൻറ്ററിക് നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു ദ റൂറൽ ഏരിയ. മുന്നേ ടൗൺ ഏരിയയിൽ അതായത് സിറ്റികളിൽ മാത്രമേ ഈ സമരങ്ങൾ നിലനിന്നിരുന്നു, ദേശീയ സമരങ്ങൾ നിലനിന്നിരുന്നു. പിന്നീട് അത് ഗ്രാമപ്രദേശത്ത് പോലും പടർന്നു. ദേശീയ സമരങ്ങൾ സിറ്റിയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പടർന്നു, അതായത് റൂറൽ ഏരിയയിലേക്ക് പടർന്നു. നാലാമത്തേതാണ് ഗാന്ധിജി became a national leader acceptable to all strata of the society. സമൂഹത്തെ എല്ലാ വിഭാഗത്തെ ആൾക്കാർ പോലും ഗാന്ധിജീനെ നമ്മുടെ ദേശീയ നേതാവ് എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.